പുറത്ത് തുലാമാസത്തെ മഴ കനത്തു പെയ്യുന്നു. 10 വയസ്സ് പ്രായമുള്ള ശ്യാം വീടിന്റെ ചുമരിൽ ചാരിയിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, ദൈവമേ, ഈ കൊടും ദാരിദ്ര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണോ എന്നെയും അമ്മയെയും അനുജത്തിയെയും ഈ ഭൂമിയിലോട്ട് നീ അയച്ചത്? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത്രയും ദയനീയമായിരുന്നു ആ കുടുംബത്തിന്റെ ജീവിതം. അവന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷം വളരെ ദയനീയമായിരുന്നു അവരുടെ ജീവിതം. അമ്മ പുറത്തുപോയി ജോലി ചെയ്തിട്ട് വേണം അവർക്കുള്ള ആഹാരങ്ങൾ കണ്ടെത്താൻ. പക്ഷേ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന അമ്മയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അമ്മ കുറേ ദിവസം പുറത്തോട്ട് പോകാതെയായി. ദിവസങ്ങളോളം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നു. അമ്മയ്ക്ക് പുറത്തേക്ക് പോകുവാൻ പേടിയായി തുടങ്ങി. സ്കൂളിൽ നിന്നും കിട്ടുന്ന ഉച്ചഭക്ഷണം മുഴുവനും കഴിക്കാതെ അവൻ പാത്രത്തിലാക്കി മൂടിവെക്കും. പിന്നീട് വീട്ടിൽ പോയി അമ്മയ്ക്കും അനിയത്തിക്കും ആ ഭക്ഷണം കൊടുക്കും. ചില ദിവസങ്ങളിൽ സ്കൂൾ ഭക്ഷണമായിരുന്നു അവരുടെ 3 പേരുടെയും ജീവൻ നിലനിർത്തിയത്. അവന്റെ വീടിന് കുറച്ചപ്പുറത്ത് സാമ്പത്തികമായി കുറച്ചുയർന്ന് ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു നായയുമുണ്ടായിരുന്നു. ശ്യാമിന് നായയെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ശ്യാം സ്കൂൾ വിട്ടുവന്നാൽ ആ നായയെ കാണുവാൻ പോക്ക് പതിവാക്കി. ആ നായയും നിത്യവും അവനെ കണ്ടു തുടങ്ങിയപ്പോൾ അവനെ കാണുമ്പോൾ വാലാട്ടി നിൽക്കൽ തുടങ്ങി. സ്കൂളില്ലാത്തൊരു ദിവസം സാധാരണയെപ്പോലെ പട്ടിണിയിലായ ദിവസമായിരുന്നു. അവൻ വീട്ടിൽ നിന്നുമിറങ്ങി ആ നായയെ കാണുവാൻ പോയി. നായയുടെ കൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവൻ ശരിക്കും സ്തംഭിച്ചുപോയി. നായയ്ക്ക് കൊടുക്കുവാൻ വെച്ച ഭക്ഷണം കണ്ട് അവൻക്ക് അതിശയം തോന്നി. ചിക്കൻ ബിരിയാണിയും വേറൊരു പ്ലേറ്റിൽ ചോറും കറിയും. അവൻ മനസ്സിലറിയാതെ പറഞ്ഞു, ദൈവമേ, ഈ വീട്ടിലെ നായയ്ക്ക് കൊള്ളും നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നു, ഞങ്ങൾ പട്ടിണിയിലും കഴിയുന്നു. അവൻ വേഗം അവന്റെ വീട്ടിൽ തന്നെ പോയി അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനിനി ആ വീട്ടിലോട്ട് പോകണ്ട. നമുക്കുള്ളത് നമ്മുടെ സമയമാകുമ്പോൾ ദൈവം നമ്മളിൽ എത്തിച്ചു തരും. പിറ്റേ ദിവസം അവൻ പതിവ് പോലെ സ്കൂളിൽ പോയി. ക്ലാസ്സിൽ ടീച്ചർ എല്ലാ കുട്ടികളോടുമായി ചോദിച്ചു, നിങ്ങൾക്കെല്ലാവർക്കും ഭാവിയിൽ എന്താകുവാനാണ് താൽപ്പര്യം? ഓരോ കുട്ടികളും അവരുടെ താൽപ്പര്യങ്ങൾ പറഞ്ഞു. ചിലർക്ക് പൈലറ്റ് ആകണം, ചിലർക്ക് ഡോക്ടറാകണം, ചിലർക്ക് എഞ്ചിനീയർ ആകണം. അവസാനമായി ശ്യാമിനോട് ടീച്ചർ ചോദിച്ചു, നിനക്ക് എന്താകുവാനാണ് ആഗ്രഹം? അത് കേട്ട ശ്യാം ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ഈ ലോകത്ത് ഒന്നുമാകുവാൻ ആഗ്രഹമില്ല ടീച്ചർ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികൾ ചിരിച്ചു. പക്ഷേ ആ ടീച്ചറിന് ചിരി വന്നില്ല. ടീച്ചറോട് അവന്റെ കഥനകഥകളെല്ലാം അവൻ പറഞ്ഞു. അവസാനമായി അവൻ ഇങ്ങനെ പറഞ്ഞു, കണ്ണുനീരുന്നൊരു പേരുണ്ടായിരുന്നെങ്കിൽ അതെന്റെ അമ്മയുടെ പേര് വയ്ക്കാമായിരുന്നു. ഈ കഥകളെല്ലാം കേട്ടപ്പോൾ ടീച്ചറിനും കരച്ചിൽ വന്നു. പിന്നീട് ആ കുടുംബത്തെ സ്കൂൾ ഏറ്റെടുത്തു. അങ്ങനെ അവൻ പഠിച്ച് ലോകമറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റിക്കായി മാറി. എന്ത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അവന്റെ അമ്മയുടെ പേരിനോട് സാമ്യമുള്ള പേരുകളായിരുന്നു അവനിട്ടിരുന്നത്. പിന്നീട് ആ കുടുംബത്തിന്റെ ജീവിതം വളരെയധികം ഉയർന്ന നിലയിലായിരുന്നു. ആ അമ്മ അന്ന് പറഞ്ഞ പോലെ സമയമാകുമ്പോൾ ദൈവം തന്നുകൊണ്ടിരിക്കും. അതുവരെ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ക്ഷമയുള്ള ഹൃദയങ്ങൾക്ക് ദൈവത്തിനു പോലും സഹായിക്കുവാൻ പറ്റൂ. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി വീണ്ടും